രേണു സുധീനെ കുറിച്ച് ഒരുപാട് കോണ്ടന്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 48 കോണ്ടന്റ് രേണു സുധി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട്. ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോണ്ടന്റ് ഇതൊരു ലാസ്റ്റ് കോണ്ടന്റ് ഒന്നും പറയില്ല. മേ ബി ഇനി രേണു സുധീനെ കുറിച്ച് കോണ്ടന്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ ഒരു കോണ്ടന്റിനകത്ത് അവരുടെ അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഈ 48 കോണ്ടന്റുകൾ രേണുസുധിയുടെ ഞാൻ ചെയ്തത് കൊണ്ട് തന്നെ അതിന് അത്യാവശ്യം മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ട് ഒരു നല്ല റവന്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും അവരുടെ ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. ഞാൻ കംപ്ലീറ്റ് അതിൽ വന്ന എമൗണ്ട് എന്ന് പറയുന്നില്ല, ബട്ട് ഞാൻ ദിയ ചേച്ചി എന്നോട് ഈ പറഞ്ഞ രേണുസുധി റിലേറ്റഡ് ആയിട്ട് രേണുസുധിക്ക് ഇങ്ങനത്തെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ആം റെഡി ടു ഗീവ് എൻ എമൗണ്ട്. ഓക്കെ, ബിക്കോസ് നമ്മൾ കോണ്ടൻ്റ് ആക്കി ഒരുപാട് വീഡിയോ ചെയ്തൊരു വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വരുന്നു എന്ന് അറിയുമ്പോൾ അവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വിഷയമാകുമ്പോൾ എക്സ്പെൻസുകളുണ്ടാവും. നമുക്ക് കുറേ കാശ് ഉണ്ടാക്കാൻ കണ്ടൻറ്റ് തന്ന ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് എന്താ പറയുക, ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉണ്ടാക്കിയ എമൗണ്ട് അവരുടെ പേര് പറഞ്ഞിട്ട വീഡിയോയിൽ നിന്ന് ഉണ്ടാക്കിയ എമൗണ്ടിൽ നിന്നൊരു ഹെൽത്തി എമൗണ്ട് ഞാൻ അവർക്ക് കൊടുക്കാൻ റെഡിയാണെന്നുള്ളത് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരുടെ കോണ്ടൻറ്റുകൾ വീഡിയോ ആക്കിയ ഒരുപാട് പേരുണ്ട്, ഒരുപാട് കോണ്ടൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഞാൻ പറയുക, അവർക്ക് ഇനി ബാക്കിയുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യം വരാത്ത രീതിയിൽ തന്നെ എക്സ്പെൻസുകൾ നടന്നു പോകാൻ ഇത് മതിയാവും. ഒരുപാട് പേര് കോണ്ടൻറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവരും ഉണ്ടാക്കിയ കോണ്ടൻറ്റുകളിൽ നിന്ന് ഒരു ഇത്തിരി എമൗണ്ട് വെച്ചിട്ട് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് അവർക്ക് എന്ത് ചെയ്യാം, ആരുടെ മുന്നിലും കൈ നീട്ടാതെയും അല്ലെങ്കിൽ ഇനിയും അവർക്ക് ഫെർദർ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയത് അവർക്ക് പീസ്ഫുള്ളായിട്ട് അവരുടെ ആ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യാം, അവരുടെ മെഡിക്കൽ ജേണി. എന്നിട്ട് അവർ വളരെ അടിപൊളിയായിട്ട് നിന്ന് സർവൈവ് ചെയ്ത് തിരിച്ചു വരട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് ഇവർ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, അവരുടെ ആ സിറ്റുവേഷൻ എന്താണെന്നുള്ള അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്ന് പറയുമ്പോഴും വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. കമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് വന്നിട്ട് നെഗറ്റീവ് ഇടുന്നുണ്ട്. ഈ നെഗറ്റീവ് ഇടുന്നവരൊന്നും ഞാൻ കുറ്റം പറയില്ല. കാരണം എന്താ അറിയോ, എന്നെപ്പോലെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് വീഡിയോ ചെയ്ത ആളുകൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കമൻറ്റ് ബോക്സിന്. ഓക്കെ, ആളുകളുടെ മുന്നിൽ ഇവരെക്കുറിച്ചുള്ള കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള മാനിപ്പുലേറ്റഡ് കോണ്ടൻറ്റുകൾ. ഇപ്പം ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തൊരു കോണ്ടൻറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. രേണുസുധീനെ കുറിച്ച് ഓബിയസ്ലി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ദാറ്റ് ഓൾസോ മെയ്ഡ് എൻ ഇമ്പാക്റ്റ്. പബ്ലിക്കിൻ്റെ മുന്നിൽ രേണുസുധി എന്ന് പറഞ്ഞ ഫിഗറിന് ഇങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി കാരണക്കാരായിട്ടുള്ള ആളുകളിൽ നമ്മളും പെടും, കോണ്ടൻറ്റ് ചെയ്തവർ. സോ കമൻറ്റ് ഇടുന്നവരെ ഇനിയും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കമൻറ്റ് എടുത്ത് വെച്ച് നീ എന്താണ് ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു അർഹതയൊന്നും നമുക്കില്ല. ബട്ട് സ്റ്റിൽ ഇനി ഇങ്ങനെ കമൻറ്റ് ഇടാൻ വേണ്ട, അവരെ വിടുന്ന് വേണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. ലെറ്റ്സ് വാച്ച് എന്താണ് രേണുസുധിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്നുള്ളത്. അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. പക്ഷെ ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് ഞാനിത് മറച്ചു വെച്ച്, പക്ഷെ ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത് വന്നത്. കാരണം ഒരുപാട് പേര് ഇതിനെപ്പറ്റി അറിയാനും ഒരിക്കലും ഇത് സത്യമാകരുത് എന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ നിമിഷം വരെ ഇരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ ഇനി അവരോട് പറഞ്ഞില്ലെങ്കിൽ അത് എന്നെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്ന ചതിയായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് പേരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് ക്യാൻസറാണ് അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, അത് ഡൗട്ട്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ കോണ്ടൻ്റായി വന്നത് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. എനിക്കിത് പേഴ്സണലി എന്നറിഞ്ഞു എന്നുള്ള ആ ഒരു ടൈം മുതൽ എനിക്കറിയാവുന്ന കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനോട് പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇങ്ങനത്തെ ഒരു മെഡിക്കൽ കണ്ടീഷൻ സിറ്റുവേഷൻ ഉണ്ട്, ഇനിയെങ്കിലും നിങ്ങൾ ഇവരെ വെച്ച് ഇങ്ങനത്തെ വീഡിയോ ചെയ്ത്. ഇപ്പോൾ എൻ്റെ വീഡിയോ നോക്കിയാൽ ഞാൻ ഏകദേശം ഒരു മാസം 1.5 മാസമായിട്ട് ഇവരുടെ ഒരു കോണ്ടൻറ്റും ചെയ്തിട്ടില്ല. ഓക്കെ, ഇവരുടെ ഈ ഒരു എയറിൽ ഇങ്ങനെ ഇവർക്ക് എന്തോ ഒരു അസുഖമുണ്ട് എന്നുള്ളത് എയറിലുള്ളപ്പോൾ പോലും അതിന് പിന്നാലെ പോയവരുണ്ട്. ഹോസ്പിറ്റലിൽ വരെ വിളിച്ചു ചോദിച്ചിട്ട് ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ കറക്റ്റാണോ, നാടകമാണോ, ഫേക്കാണോ എന്ന് വരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ വാലറ്റം പിടിച്ച് പോയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല, കാരണം ഇവിടെ അങ്ങനെ സംശയിക്കാൻ മാത്രമുള്ളൊരു സിറ്റുവേഷൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ട്. ആരെങ്കിലും ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫേക്ക് സ്ക്രിപ്റ്റ് നറേറ്റീവ് കൊണ്ടുവരികയാണോ എന്നുള്ള സിറ്റുവേഷനൊക്കെ അങ്ങനത്തെ നമ്മുടെ മുന്നിൽ ഒരുപാട് സാധനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെന്യുവിനായിട്ട് വരുന്ന കാര്യങ്ങൾ പോലും വിശ്വസിക്കാനുള്ളൊരു മടി നമുക്ക് ഇപ്പോൾ ഉണ്ട്, ഇല്ലേ?
എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അതൊക്കെ നടന്ന സമയത്ത് ഞാൻ പേഴ്സണലി എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറച്ച് പേരോട് ഷെയർ ചെയ്തിട്ട് അവരും വീഡിയോ ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ അറിയോ, ഇതിനകത്ത് ഇവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം ഞാൻ കാണുന്നത്, ഓൾറെഡി സുധി എന്ന് പറഞ്ഞ ആൾ അവരുടെ ഹസ്ബൻഡ് പോയി, അതിനുശേഷം അവരുടെ ആ ലൈഫിൻ്റെ ഒരു ഡ്രാസ്റ്റിക് ഗ്രാഫ് ചേഞ്ച് ചെയ്തൊരു സാധനമുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അവർ കേൾക്കേണ്ടി വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒരുപാട് പേര് സഹായിച്ചതിലൂടെ അവർക്ക് ഒരുപാട് ലൈഫ് ചേഞ്ചായി. എന്നിട്ട് ആ സഹായിച്ചവരെ തന്നെ അവർ കുറ്റം പറയും. ഈ ഒരു സാധനം അവരുടെ ലൈഫിൽ ഷെയ്ഡായിട്ട് നിൽക്കുന്നുണ്ട്. സോ മേ ബി അത് മനസ്സിലാക്കാതെ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കണം ഇനി എൻ്റെ ഈ അവസ്ഥ ഞാൻ പുറത്ത് വന്ന് പെട്ടെന്ന് പറയില്ല, അല്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യം, അതൊക്കെ ചിന്തിച്ച് കാണും അവർ. അതുകൊണ്ടായിരിക്കണം അവരത് പുറത്ത് പറയാൻ ഒരു പരിധി വരെ മടിച്ചത്. ബട്ട് സ്റ്റിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് ഇതിനിടയിൽ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഇവരുടെ ഓൺലൈൻ ബൈറ്റ്സ് എടുത്ത സമയത്തൊക്കെ ഈ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരത് കൃത്യമായിട്ട് അന്ന് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയാനുള്ള ഒരു വൺ ഓഫ് ദ റീസൺ എനിക്ക് തോന്നുന്നത്, അവർക്ക് കംപ്ലീറ്റ് മെഡിക്കൽ ഡാറ്റ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞ് ആരെങ്കിലും ചോദ്യം ചെയ്താലും അവർക്ക് ആ മെഡിക്കൽ ഡാറ്റ കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെയാണ്. കാരണം അവർ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് ഈ ഇൻ്റർവ്യൂവിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ഒരാളോട് പോയിട്ട് ഇനി അത് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? കമൻറ്റ് ബോക്സിനകത്ത് ഞാൻ കണ്ടു. പിന്നെ കുറേ പേരെന്നെ പേഴ്സണലി സംസാരിച്ച സമയത്തും അവരുടെ മെഡിക്കൽ ഡാറ്റ ഒന്ന് കണ്ട്, അങ്ങനെ കാണേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇതിപ്പോൾ 6 വന്ന് ക്യാൻസറാന്ന് പറഞ്ഞ പോലത്തെ ഒരു നുണയൊന്നുമല്ല. അതെനിക്ക് പേഴ്സണലി അറിയാം. ഓക്കെ, അവർ സർവൈവ് ചെയ്ത് വരട്ടെ, അവരത് വരും. ഇത് പറയാനാണെങ്കിൽ പല തെറ്റിദ്ധാരണകളും പലർക്കും ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം കണ്ടതുപോലെ കേട്ടതുപോലെ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ഇങ്ങനൊരു മുഴ, ഞാൻ എപ്പോഴും ക്യാൻസർ ആണെന്നല്ല പറയുന്നത്, ഒരു മുഴ, ആ മുഴയാണ് ഇപ്പം ക്യാൻസർ ആയിരിക്കുന്നത്. അപ്പം 15ാമത്തെ വയസ്സിൽ ഞാനിത് കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ശരീരം കാണുമ്പോൾ നമ്മളിത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോഴും ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഒരു കളർ വ്യത്യാസം പോലെ ആ മുഴയുടെ പുറത്ത് വന്നിട്ടും ഞാൻ കാര്യമാക്കിയില്ല. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം വീട്ടുകാരെന്തെങ്കിലും അറിഞ്ഞു കൊണ്ടുപോയിട്ടേ ഉള്ളൂ, അങ്ങനെ പറയാറില്ലായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ അത് കൊണ്ടു നടന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം ഡിപ്ലോമയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം വീട്ടുകാർ ഇത് അറിഞ്ഞു. ഇങ്ങനെ ഞാൻ എങ്ങനെയോ പറഞ്ഞു വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു മുഴയുള്ള കാര്യം പറഞ്ഞു. അന്നേരം തന്നെ അവർ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി. അവിടെ അന്നത്തെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദറിന്റെ ഫ്രണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ. അപ്പം അദ്ദേഹത്തിനെ ചെന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കണ്ടു. ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. അന്ന് ഇത് ബയോപ്സി ഒക്കെ ചെയ്തെടുത്തായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്, ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക, വേറൊന്നുമല്ല, അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷൻ. അപ്പൊ അതിച്ചിരി പെയിൻഫുൾ ആയിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പൊ ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. ഇതും വേറൊരു കാര്യം, അതായത് ഇപ്പോൾ ഞാനടക്കമുള്ളവർ ചെയ്യുന്നൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ചെയ്യാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്കൊരു അസുഖം തോന്നിയാൽ അല്ലെങ്കിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ക്ലോസ്ഡ് വൺസിനെ അറിയിക്കുക, അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ആദ്യം ഏർലി സ്റ്റേജിൽ തന്നെ എടുക്കുക. ഓക്കെ, അധികം ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, പുറത്ത് പറയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്ന് പറയും. ഇപ്പം ഞാൻ ഇപ്പോഴും ആ തെറ്റിൻ്റെ ലൈഫിൽ ഇപ്പോഴും ചെയ്യുന്നുള്ള ഒരു വ്യക്തിയാണ്. അതെന്തോ ആ മൈൻഡ് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മേ ബി പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് പോകുന്നില്ല. ഞാൻ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ബാക്കിന് ഇഷ്യൂ ഉണ്ട്, പക്ഷേ ഞാൻ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പോകുന്നില്ല, കൊളാപ്സ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുള്ളൊരു മൂഡിലിരിക്കുകയാണ്. കാരണം ആ പാവുന്ന സമയത്ത് പിന്നെ എൻ്റെ എക്സ്ട്രീം നോക്കാമല്ലോ എന്നുള്ള രീതിക്കൊക്കെ. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നത്, ഇതിപ്പോൾ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ അത് നല്ല കാര്യമല്ല. ഓക്കെ, കാരണം ഇപ്പോൾ രേണുവിൻ്റെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, 10-15 വയസ്സിൽ ഇത് അറിഞ്ഞ് ആ ടൈമിൽ തന്നെ മേ ബി അവർക്ക് ആ ഒരു ടൈമിൽ അത് സപ്പോർട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ബാക്ക്ഗ്രൗണ്ട് ഉള്ളൂ എന്നുള്ളത് വേറൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഉള്ളവർ ട്രീറ്റ്മെൻറ്റ് പോയി. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ മാരകമായ രോഗങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് അത് യു മേക്ക് ഷുവർ നിങ്ങളത് കൃത്യമായി
ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇല്ലെങ്കിൽ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു നല്ല സ്റ്റേജിൽ, ഇപ്പോൾ രേണുവിനെ നിങ്ങൾ ആലോചിക്കില്ല, ലൈഫിൻ്റെ ഏറ്റവും നല്ല സ്റ്റേജാണ് രേണുവിൻ്റെ. ഓക്കെ, കാരണം ബിഗ് ബോസിൻ്റെ ഒരു ഫെയിം ഉണ്ട്, സോഷ്യൽ മീഡിയ ഫെയിം ഉണ്ട്. ഇപ്പോഴാണ് അവർക്ക് ആ ഒരു റവന്യൂ സോഴ്സ് അടക്കം അവർക്ക് ഷോസ് കിട്ടുന്നുണ്ട്, എബ്രോഡ് ട്രാവൽ ചെയ്യുന്നു. ഈ ടൈമിൽ അവർക്കത് ആ ഒരു സിറ്റുവേഷൻ വേസ്റ്റായി എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ്. ബട്ട് കൃത്യമായ ടൈമിൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുക. മനസ്സിന് ഭയങ്കര കട്ടി എന്ന് എല്ലാവരും പറയും, സത്യമാണ്. ഇത്രയും ക്യാൻസർ അറിഞ്ഞിട്ട് പോലും ഞാൻ റീൽസ് ചെയ്തു. മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് റീൽസുകളിലൂടെ ഒക്കെ സന്തോഷിച്ചു ഞാൻ കാണിച്ചു തന്നു. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിന്റെ കട്ടി കൊണ്ട് തന്നെയാണ്. ഇത്രയും ഒരു ക്യാൻസർ അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിൽ അതെന്റെ മനസ്സിന്റെ കട്ടി തന്നെയാണ്. പക്ഷെ ദേഹത്തൊരു സൂചി കുത്തി എനിക്ക് പേടിയൊക്കെ, ഇപ്പോഴും എനിക്ക് പേടിയാണത്, സൂചി കുത്തുന്നൊക്കെ. അപ്പൊ അത് ആ ഒരു പേടി മൂലം ഞാനന്ന് വീട്ടിൽ പറഞ്ഞില്ല. ഇങ്ങനെ ഇവര് കൊണ്ടുപോയി അത് കീറിക്കളയും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് പറയാതെ കൊണ്ടു നടന്നു. അതിന് കുറെ നാൾ കഴിഞ്ഞ്, അതായത് സുധിച്ചേട്ടന്റെ മരണശേഷം കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ ഒരു നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. നമ്മൾ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മളത് ഡോക്ടറിനോട് ചോദിച്ചാൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതെന്താ, ഇവിടെ ഒരു പരിശോധിച്ചപ്പം എന്തോ ഒരു സംശയം തോന്നി അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ഒരു സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പം എന്തോ ഒരു ഡൗട്ട്. അപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, രേണു ഒരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ സാറേ? അപ്പോഴും ഇന്ന പോലെ ഒരു ഡൗട്ട് ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ എപ്പോഴും സാറേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീട്ടുകാരോടൊന്നും പറയല്ലേ, എന്നോട് പറയാം. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, എന്റെ ആങ്ങളെ ഞാനും പോയത്. ആങ്ങളെ ആശുപത്രി കയറി വന്നില്ല, കാറിലിരുന്ന് ഞാനാണ് ചെന്നത് സംസാരിക്കുന്നത് ഡോക്ടറിനോട്. ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അതിനുശേഷം മാമോഗ്രാം, നമുക്കറിയാം നമ്മൾ സ്ത്രീകൾ എല്ലാ പ്രാവശ്യവും ഒരു 30 കഴിഞ്ഞ സ്ത്രീകൾ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് വേദനയില്ലാത്ത മുഴകൾ വന്നാൽ ഇത് ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിപ്പോയത് അതാണ്. കാരണം നമ്മളിത് നേരത്തെ ഈ വേദന ഇല്ലാത്ത മുഴയായതുകൊണ്ടാണ് ഞാൻ അധികം ഇതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടർ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിക്കണമെന്നോ ഡാറ്റ കാണണമെന്നൊന്നുമില്ലല്ലോ. അവരവരുടെ ആ ഒരു കംപ്ലീറ്റ് അതെങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഏത് രീതിക്കാണ് അവർക്കത് കൺഫേം ആയെന്നുള്ള സിറ്റുവേഷൻസൊക്കെ അവർ വളരെ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു അൺഫോർച്ചുനേറ്റ് തിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇപ്പോൾ കുറേ പേരൊക്കെ കിച്ചുവിൻ്റെ അന്നത്തെ ആ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഭയങ്കരമായിട്ടുള്ള കുറേ സംഗതികളുണ്ടായി. ഓക്കെ, ക്രിറ്റിസിസം ഭയങ്കരമായിട്ട് രേണുവിന് വന്നിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ സംഗതിയും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവരുടെ ഈ ഒരു അസുഖത്തിനെ കുറിച്ചുള്ള റിവീലിംഗ് വീഡിയോ വന്നതിന് ശേഷവും ഈ വീഡിയോനകത്ത് അവർ പറയുന്നുണ്ട് പയ്യൻ വിളിച്ചിട്ടില്ല കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അവനും എന്തോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രേണു പറഞ്ഞപ്പോൾ മാത്രം അറിഞ്ഞൊരു കാര്യമാണെങ്കിൽ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. രേണുവിൻ്റെ വീട്ടിലും ബാക്കിയുള്ളവരോട് മാത്രം അടുത്തുള്ളവരോട് മാത്രം പറഞ്ഞത് കിച്ചു അറിയാതിരുന്നതാണെങ്കിലും ഞാൻ നോക്കുമ്പോൾ കുറേ പേര് ഇപ്പോൾ കിച്ചുവിനെ പറയുന്നുണ്ട്. ഇവിടെ ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. അസുഖം ആർക്ക് വേണേൽ വരാം. ചിലപ്പോൾ അവരത് പറയാതിരിക്കുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവരെ അറിയില്ല. ഓക്കെ, അങ്ങനത്തെ പല സംഗതികളുണ്ട്. അറിഞ്ഞതിന് ശേഷം കൂടെ നിൽക്കുക എന്നുള്ളൊരു കാര്യം ആരും ചെയ്യില്ല. ആരാണെങ്കിലും ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ അസുഖമാണ്, അസുഖം വന്നു, അതവർ കുറേ കാലം പറഞ്ഞില്ല. ഇപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ അവർ ഓപ്പണായിട്ട് പറഞ്ഞു. മേ ബി കിച്ചു ആണെങ്കിലും ഇപ്പോൾ ഓപ്പണായിട്ട് പറയുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുക അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ കുറേ ഇവരുടെ തന്നെ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു, ഇതേ ചാനലുണ്ടായിരുന്നു, കുറേ സ്ഥലങ്ങളിൽ ഇവർ കൊടുത്ത ബൈറ്റിലൊക്കെ ഇതുണ്ടോ ഈ അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോവായിരുന്നു. കിച്ചു വിചാരിച്ചിട്ടുണ്ടാവും മേ ബി അതൊരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമല്ലോ എന്നുള്ളൊരു മൂഡിലായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് കിച്ചുവിൻ്റെ സൈഡ് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ആരും വരണ്ട. അമ്മയും മക്കളൊക്കെയാണ്, ഫാമിലിയാണ്. ലാസ്റ്റ് അവരൊക്കെ ഒന്നാവണം തന്നെയാണ്. കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞോ എന്തെങ്കിലും? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവാ പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്ടും ചെയ്തു. ഒരു കാര്യം അറിഞ്ഞിട്ടും എനിക്കറിയില്ല, അറിഞ്ഞു കാണുമോ അറിയാത്ത. ഇന്നാണ് ഞാനിപ്പോ ഇത് നിങ്ങളോടാണ് പറയുന്നത്, പ്രേക്ഷകരോട്. ഞാൻ പറഞ്ഞു എന്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും എന്റെ മാനേജർക്കും എന്റെ വീട്ടുകാർക്കും എന്റെ കസിൻസിനും മാത്രം അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതാണോ അല്ലയോ എന്ന് പോലും എന്നെ ആരും വിളിച്ചു ചോദിച്ചില്ല അവിടെ.
ഓക്കെ, അപ്പോൾ ഇതാണ് കിച്ചുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് ആ ഒരു സിറ്റുവേഷൻ അമ്മ മക്കൾ ലൈഫിൽ ഉണ്ടായി. ഇപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഓബിയസ്ലി അത് മകൻ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയൊന്നുമില്ല. അമ്മയുടെ ഒരു അവസ്ഥ കണ്ട് മകൻ വരുമ്പോൾ അമ്മയും അത് റിജക്റ്റ് ചെയ്യൊന്നുമില്ല. ഓക്കെ, അതൊക്കെ അങ്ങനെയാണ്, ജീവിതമാണ്, ആ വഴിക്ക് പോകും. ഇനി അതിൻ്റെ പേരിലൊരു എന്താ പറയുക കമൻറ്റ് ബോക്സിലൊരു വാർ അല്ലെങ്കിൽ ഒരു കണ്ടൻറ് മിൽക്കിംഗ് പരിപാടികളൊന്നും വരാതിരുന്നാൽ നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ആൻഡ് ഇനി ഇവരുടെ റവന്യൂ ഇപ്പോൾ പലരും ഇനി ഒരു ഡൗട്ട്ഫുള്ളായിട്ട് ചോദിക്കാം, നിനക്കിത് ഇത്ര അറിഞ്ഞുകൊണ്ടും നീ എന്തിനു വീണ്ടും സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, നീ എന്തിനും അതിനകത്ത് വീഡിയോസ് ഇട്ടു. എൻഡ് ഓഫ് ദി ഡേ അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചത് ഇതായിരിക്കാം, അവർക്ക് പൈസ വേണം ട്രീറ്റ്മെൻറ്റിന്. ഓക്കെ, പൈസ ട്രീറ്റ്മെൻറ്റിന് വേണം. അവരുടെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഓബിയസ്ലി വർക്കിന് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ ഓൾറെഡി ഇവരുടെ ജീവിതത്തിലൊരു ഫേസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും സഹായിച്ചു, പിന്നെ ആ അതൊക്കെ ഉണ്ടായി. ഓക്കെ, സംഭവിച്ചു, ഈ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ മനസ്സിലിത് തിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം അവർക്ക് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു എമൗണ്ട് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആദ്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ആരുടെയും മുന്നിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയൊക്കെ തുടങ്ങിയെന്നുള്ളത് ഇപ്പോൾ അവർ പറഞ്ഞത്. ഇപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ് മേക്ക് സെൻസ്. ഇപ്പൊ ചേച്ചി ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ, അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കുറെ നാൾ മുന്നേ അറിഞ്ഞ കാര്യമാണ്. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തോണ്ട് വന്നു. അറിഞ്ഞതിന് ശേഷം തന്നെയാണ്. അപ്പോഴൊന്നും ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നില്ലേ? പേടി, നമുക്ക് എന്തായാലും ഈ ഇത് ആവശ്യം വരും, ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ആവശ്യം വരുമല്ലോ. ഇപ്പൊ വീട്ടുകാരെന്ന് എത്ര നാൾ അവരെ മറച്ചു വെക്കും, എന്നാലും ആവശ്യം വരും. നമുക്കാരും അപ്പൊ ഒന്നും കൊണ്ടു തരാനില്ല, അതായത് എന്നും ഒന്നും നമുക്കൊന്നും തരാനില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം സബ്സ്ക്രിപ്ഷൻ വരുമാനമാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്, അതൊരു വരുമാനമാണ്. പിന്നെ നമ്മുടെ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോകാന്ന് വെച്ച്. കേട്ടല്ലോ. പിന്നെ ബിഗ് ബോസ് പോയില്ലേ, അതിൻ്റെ ഒരു എമൗണ്ട്, ഈ ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ വലിയ എമൗണ്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല കേട്ടോ. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഈ ബിഗ് ബോസ് പോയതുകൊണ്ട് ഒരു വലിയ എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഉണ്ടാക്കിയവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇപ്പം എനിക്കൊക്കെ ഒരു ഹെൽത്തി എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പം അതൊന്നും വെച്ചിട്ട് നിങ്ങൾ പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു സാധാ പനി വന്നാൽ തന്നെ ഒരു 10 ദിവസം ഹോസ്പിറ്റലിൽ പോയാൽ എത്ര രൂപ ചിലവും നമുക്കറിയാം. ഓക്കെ, അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് അപ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കണം അവർ വേറെ ഇനിയൊരു വഴിക്കും നോക്കണ്ട, ഇങ്ങനെ പൈസ വരികയാണെങ്കിൽ വന്നോട്ടെ എന്നുള്ള രീതിക്ക് ചെയ്തു പോയ കാര്യങ്ങളായിരിക്കും. അതൊക്കെ ഇനി അങ്ങോട്ട് എന്താ പറയുക വിട്ട് കളഞ്ഞ് ഒഴിവാക്കി വിടുക എന്നല്ലാതൊന്നും പറയാനില്ല. പിന്നെ ഇങ്ങനത്തെ കുറേ കമൻറ്റുകൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ കണ്ടു. അതിൽ തന്നെ കുറേ കൃപാസന കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. വിശ്വാസികൾക്ക് വിശ്വസിക്കാമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്തുമാണ് പോകേണ്ടത്. പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങൾക്ക് ദൈവത്തിനെ വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. പക്ഷേ കൃപാസനം പോലുള്ള കാര്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ മാത്രമായി പോകുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അതും തന്നെ ജീവൻ പോയ കുറേ ആൾക്കാരുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല, ബട്ട് ഈ കൃപാസനം റിലേറ്റഡ് കോണ്ടൻറ്റ് ചെയ്ത സമയത്ത് പലരും എന്നോട് ഈ സംഗതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വളരെ മോശമായുള്ള കുറേ കമൻറ്റുകളും ഇത് സംശയിച്ചുകൊണ്ടുള്ള പരിപാടികളും ഇത് നാടകമാണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കമൻറ്റ് ബോക്സുകളുണ്ട്. മേ ബി ഞാൻ പറഞ്ഞല്ലോ, ഞാനടക്കം അല്ലെങ്കിൽ ഇതേപോലെ രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ കണ്ട് അതിൽ നമ്മുടെ പെർസ്പെക്റ്റീവൊക്കെ കേട്ടും അല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്ന രീതിയിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ആംഗിൾ കണ്ടിട്ടൊക്കെ അവരെ ഹെയ്റ്റ് ചെയ്ത ആളുകളായിരിക്കും. ബട്ട് ഒരുപാട് ആളുകൾക്ക് ഞാൻ പറയാലോ, അസുഖം വന്നു കഴിഞ്ഞാൽ തീരുടെ ലൈഫ്. അത് ഇങ്ങനത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ലൈഫ് ലിറ്ററലി ഗോണാണ്. ഓക്കെ, പിന്നെ ഇവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്. കുട്ടിയുണ്ട്, ഋതപ്പനുണ്ട്. അങ്ങനെ അവരും ലൈഫിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടായിരിക്കണം മേ ബി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയതും ചെയ്തതൊക്കെ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഒരാൾ അസുഖമാണ്, അയാളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും ഏറ്റവും നല്ല കാര്യവും നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് നമ്മൾ ചെയ്യുക. ആൻഡ് ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരുപാട് കോണ്ടൻറ്റ്, നമ്മളെന്ന് പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കേട്ടോ, എന്നെ പോലെ ഒരുപാട് കോണ്ടൻറ്റുകൾ ഇവരെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി ഞാൻ എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. നിങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതാണ്. ഞാൻ പറയുന്നത് ഇത് നമ്മൾ പറഞ്ഞതിനെ നമ്മൾ കവർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നുമല്ല. ഓക്കെ, അതിനൊന്നുമല്ല.
പറഞ്ഞതൊക്കെ പറഞ്ഞതാണ് ബിക്കോസ് ആ സിറ്റുവേഷനിൽ ആ കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്ത് നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അവർ തീർന്നു പോകണമെന്നോ തകർന്നു പോകണമെന്നോ ഒന്നുമല്ല, സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇഷ്ടം പോലെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായി എന്ന് അറിയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. കാരണം അവർ കാരണം എനിക്കൊരു നല്ല ഇൻകം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു എനിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹെൽത്തി എമൗണ്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്ക് തോന്നിയത്. കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ ഹോപ്പ് എവ്രി വൺ വിൽ ടേക്ക് അപ്പ് ദിസ്.